ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ സൈനിങ്ങിനെ കുറിച്ചും കൂടാതെ ഫെഡോർ സെർണിച്ച് എന്നാണ് കേരളത്തിൽ എത്തുക എന്നതിനെ കുറിച്ചും കൂടാതെ കുറച്ച് ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകളുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഐസ്വാൾ FC എന്ന ക്ലബിൽ നിന്നും ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ തയ്യാറാവുന്നു എന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസ്വാൾ FC എന്ന ക്ലബിന് വേണ്ടി നിലവിൽ അറ്റാക്കിംഗ് പൊസിഷനിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ലാലൻ താമാവിയ എന്ന താരത്തെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ ഒരു താരത്തെ ഉടൻ തന്നെ സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നും കൂടാതെ താരവുമായുള്ള ചർച്ചകളെല്ലാം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ വെറും 21 വയസ്സ് മാത്രം പ്രായം വരുന്ന ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കിയിട്ടുള്ളത് 1.2 കോടിയോളം രൂപയാണ്. കൂടാതെ താരം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിന് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ 11 മത്സരങ്ങളിൽ നിന്നും 2 ഗോളുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഉറപ്പിക്കാം ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്തു നിന്നും സൈനിങ് ഉണ്ടാവുമെന്ന്. നിലവിൽ ഇനി ചുരുക്കം ദിവസം മാത്രമാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്തു നിന്നും നമുക്ക് സൈനിങ്ങുകൾ പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് എന്നത് സഹൽ അബ്ദുസമദിനെ കുറിച്ചാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ ISL അരങ്ങേറ്റം കുറിച്ച ഒരു മലയാളി താരമായിരുന്നു സഹൽ അബ്ദുസമദ്. ഇതിനുശേഷം ഈ ഒരു 10ാം സീസണിൽ താരം മോഹൻ ബഗാനിലേക്ക് ചേക്കേറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പരിക്ക് മൂലം ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് സഹലിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് മത്സരങ്ങളിൽ പുറത്തിരുന്ന സഹൽ അബ്ദുസമദിന്റെ ഫിറ്റ്നസ് മുഴുവനായും വീണ്ടെടുത്ത് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നാണ്. കൂടാതെ ഏഷ്യ കപ്പിലെ സിറിയക്കെതിരായ മത്സരത്തിൽ സഹൽ അബ്ദുസമദ് തീർച്ചയായും കളിക്കുമെന്നും കൂടാതെ ഇന്ത്യൻ ടീമിന്റെ ഫുൾ സ്ക്വാഡും ഉണ്ടാവുമെന്നും ഇന്ത്യൻ ടീം കോച്ചായ സ്റ്റിമാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സിറിയക്കെതിരായി നടക്കുന്ന ഈ ഒരു മത്സരത്തിൽ നമുക്ക് തീർച്ചയായും സഹൽ അബ്ദുസമദിനെ കളത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത എന്നത് ഹ്യൂഗോ ബൗമസിനെ കുറിച്ചാണ്. നിലവിൽ ഫോം ഔട്ട് ആയ മോഹൻ ബഗാൻ താരമായ ഹ്യൂഗോ ബൗമസ് ഉടൻ തന്നെ മോഹൻ ബഗാൻ വിടും എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മുൻപ് FC ഗോവയ്ക്ക് വേണ്ടിയിട്ടും മുംബൈ സിറ്റി FCക്ക് വേണ്ടിയിട്ടും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച ഹ്യൂഗോ ബൗമസ് നിലവിൽ ഫോം ഔട്ട് ആണ്. ഏതായാലും താരത്തിന്റെ ട്രാൻസ്ഫറുമായി അനുബന്ധിച്ചുള്ള റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്റെ പഴയ ക്ലബായ മുംബൈ സിറ്റിയിലേക്ക് ഹ്യൂഗോ ബൗമസ് ചേക്കേറാൻ ചാൻസ് ഉണ്ട് എന്നാണ്. പക്ഷേ താരത്തെ സ്വന്തമാക്കാനായി മുംബൈ സിറ്റി FC 4.2 കോടിയോളം രൂപ വരെ മോഹൻ ബഗാന് ട്രാൻസ്ഫർ ഫീ ആയി നൽകേണ്ടി വരും. ഏതായാലും ഇത്രയും വലിയൊരു ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ട് മോഹൻ ബഗാനിൽ നിന്നും ഹ്യൂഗോ ബൗമസിനെ മുംബൈ സിറ്റി ടീമിലേക്ക് എത്തിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. അടുത്തൊരു വാർത്ത എന്നത് ഫെഡോർ സെർണിച്ച് എന്ന താരത്തെ കുറിച്ചാണ്. അതെ, ലൂണക്ക് പകരമായി കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച ഒരു താരമായിരുന്നു ഫെഡോർ സെർണിച്ച് എന്ന സൂപ്പർ താരം. ഇതുവരെ കേരളത്തിൽ എത്തിയിട്ടില്ല. ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ വെറും 2 മാസത്തോളം മാത്രമാണ് പന്ത് തട്ടാനാവുക. കാരണം ഈ ഒരു സീസൺ കഴിയുന്നത് വരെയുള്ള കരാറിലാണ് താരം ഒപ്പുവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ താരം ബ്ലാസ്റ്റേഴ്സ് വിടുകയും ചെയ്യും. ഏതായാലും നിലവിൽ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് താരം എന്നാണ് കേരളത്തിലേക്ക് എത്തുക എന്ന്. അതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരം ജനുവരി 24-ന് കേരളത്തിലേക്ക് എത്തുമെന്നാണ്. ഏതായാലും താരം കേരളത്തിലേക്ക് എത്തുന്ന ആ ഒരു ദിവസം വമ്പൻ വരവേൽപ്പ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.